കണ്ണൂർ കേന്ദ്രീകരിച്ചാണല്ലോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവൻ തുടങ്ങിയത്. അപ്പോൾ എന്നാൽ CPM രാഷ്ട്രീയം അദ്ദേഹം ഉപേക്ഷിക്കാൻ പോകുന്നു എന്ന വാക്കുകളാണ് നമുക്ക് അവിടെ നിന്ന് കേൾക്കാൻ കഴിയുന്നത്. പിന്നെ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമില്ല. അപ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ ക്യാമ്പിൽ നിന്ന്? ഗോകുൽ ചേരുന്നു. ഗോകുൽ, ഗുഡ് മോർണിംഗ്. EP ജയരാജൻ ക്യാമ്പിൽ നിന്ന് ഇനി എന്താണ് EP-യുടെ അടുത്ത നീക്കം എന്നുള്ളത് CPM നിരീക്ഷിക്കുന്നുണ്ട്. നടപടികളൊന്നും ഉണ്ടാവില്ല. പക്ഷേ EP ജയരാജനെ പോലെ LDF-ൽ ശക്തനായി നിന്നിരുന്ന ഒരാൾ LDF വിട്ടുപോകുന്നു എന്ന്, അതായത് CPM വിടുന്നു, CPM രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നു എന്ന രീതിയിൽ വരുമ്പോൾ CPM-ന് പോലും ചില അങ്കലാപ്പുകൾ, നമ്മുടെ പ്രേക്ഷകരൊക്കെ കമൻറ്റ് ബോക്സിൽ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആ വിഷയത്തെക്കുറിച്ച് EP ജയരാജൻ അറിയാം, ഈ വിഷയത്തെക്കുറിച്ച് അറിയാം എന്നൊക്കെ രഹസ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരുപാടുണ്ട് എന്നുള്ളത് CPM-നെ സംബന്ധിച്ചൊരു അങ്കലാപ്പിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയേക്കാം. പിന്നെ ആ ക്യാമ്പിൽ നിന്ന് എന്താണ് EP-യുടെ തുടർ നീക്കങ്ങൾ എന്നറിയുന്നു? ഈ EP ജയരാജനെ കുറിച്ച് പൊതുവെ നമ്മൾ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്. മറ്റ് CPM നേതാക്കളിൽ നിന്ന് വ്യത്യസ്തനായി മാധ്യമപ്രവർത്തകരായ നമുക്ക് വളരെ സ്വീകാര്യൻ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് EP ജയരാജൻ എന്നുള്ളതാണ്. നമ്മളിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ ബൈറ്റ് എടുക്കാൻ പോയാലായാലും എന്ത് കാര്യത്തിലായാലും നമ്മുടെ ചുമലിലൊക്കെ തട്ടി വർത്താനം പറഞ്ഞ് പോകുന്ന ഒരാളാണ് EP. എന്നാൽ അതിൽ നിന്നും തീർത്തും ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു സമീപനമാണ് ഇന്നലെ EP ജയരാജനിൽ നിന്ന് കണ്ണൂരിൽ ഉണ്ടായിട്ടുള്ളത്. ഈ കഴിഞ്ഞ ദിവസം CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിന്ന് ഇടയ്ക്കിറങ്ങി വന്ന EP മാധ്യമപ്രവർത്തകരോടൊന്ന് ചിരിക്കുകയോ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരം പറയുകയോ ചെയ്യാൻ തയ്യാറാവാതെ പിന്നെ പറയാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞ് വീട്ടിനുള്ളിലേക്ക് കയറിയ EP ജയരാജൻ ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. കുടുംബവുമായി ബന്ധപ്പെടുന്ന സമയത്ത് EP ജയരാജന് ഛർദിയാണ്, പനിയാണ്, യാത്ര ചെയ്തതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട് എന്ന കാര്യം മാത്രമാണ് പറയുന്നത്. എന്നാൽ EP പിണക്കം കടുപ്പിച്ചിരിക്കുകയാണ് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ നേരത്തെ ഈ പ്രേക്ഷകരൊക്കെ സൂചിപ്പിച്ചതുപോലെ EP ജയരാജന് പല കാര്യങ്ങളും അറിയാം എന്ന് പറയുന്നതിനൊരു കാര്യമുണ്ട്. കാരണം CPM-ന്റെ രാഷ്ട്രീയ പശ്ചാത്തലം, നിലവിൽ CPM-ന്റെ സീനിയോറിറ്റി ഒക്കെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ പിണറായി വിജയൻ കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ആൾ EP ജയരാജനാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയേണ്ടി വരും. ആ DYFI രൂപീകരിച്ച 1980 അതിന്റെ ആദ്യ അഖിലേന്ത്യാ പ്രസിഡന്റായി നിയമിതനായ EP ജയരാജൻ ഇന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ അന്ന് DYFI-യുടെ കേരള ഘടകം പ്രസിഡന്റാണ്. ആ DYFI-യുടെ കേരള ഘടകം പ്രസിഡന്റായിരുന്ന MV ഗോവിന്ദൻ EP ജയരാജനെ മറികടന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയത് മുതൽ EP ജയരാജൻ തുടങ്ങിയിട്ടുള്ള ഒരു ശീതസമരമാണ് ഇന്ന് ഈ നിലയിൽ എത്തി നിൽക്കുന്നത് എന്ന് പറയാം. പല ഘട്ടങ്ങളിലും MV ഗോവിന്ദനെ അംഗീകരിക്കാൻ തയ്യാറാവാത്ത രീതിയിലായിരുന്നു EP ജയരാജന്റെ നടപടികളൊക്കെ. MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം നടത്തിയിട്ടുള്ള ആദ്യ ജനകീയ പ്രതിരോധ യാത്ര കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് ആരംഭിച്ച യാത്ര CPM-നകത്തു തന്നെയുള്ള പല രാഷ്ട്രീയ വിഷയങ്ങൾക്കും മറുപടി പറയേണ്ടി വരുന്ന ഒരു ജാഥയായി മാറുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അത് EP ജയരാജന്റെ വിട്ടുനിൽക്കൽ കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു അന്നത് കാസർഗോഡ് ഉദ്ഘാടനം ചെയ്തത്. എന്നിട്ട് പോലും പിണറായി വിജയന്റെ വിശ്വസ്തനായിട്ടുള്ള EP ജയരാജൻ അന്ന് ജനകീയ പ്രതിരോധ ജാഥയിൽ പങ്കെടുത്തില്ല. പിന്നീട് EP ജയരാജന്റെ തന്നെ ജില്ലയായിട്ടുള്ള കണ്ണൂർ ജില്ലയിലേക്ക് ജനകീയ പ്രതിരോധ ജാഥ പ്രവേശിച്ച സമയത്ത് അദ്ദേഹം EP തന്റെ കണ്ണൂരിലെ കീച്ചേരിയിലെ വീട്ടിലുണ്ടായിട്ടും അന്ന് ആ പരിപാടിയിൽ പങ്കെടുത്തില്ല, ജനകീയ പ്രതിരോധ യാത്രയിൽ പങ്കെടുത്തില്ല. എറണാകുളത്ത് വിവാദ ദല്ലാൽ നന്ദകുമാറിന്റെ കുടുംബക്ഷേത്രത്തിൽ ഒരു ചടങ്ങൊക്കെ പങ്കെടുത്തു. അതൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളായി CPM-നകത്ത് വലിയ പ്രശ്നങ്ങളായി. EP ജയരാജനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു. 1995 കോടിയേരി ബാലകൃഷ്ണൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പോകുന്ന ഒഴിവിലാണ് EP ജയരാജൻ CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആവുന്നത്. തുടർന്ന് 7 വർഷത്തിന് ശേഷം 2002 മാത്രമായിരുന്നു MV ഗോവിന്ദൻ CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആവുന്നത്. അതായത് 1995 EP ജയരാജൻ CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആവുന്നു. 7 വർഷത്തിന് ശേഷം MV ഗോവിന്ദൻ ജില്ലാ സെക്രട്ടറി ആവുന്നു. ഈ 7 വർഷത്തിന് ശേഷം CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ CPM-ന്റെ എല്ലാ തലങ്ങളിലും DYFI-യുടെ എല്ലാ തലങ്ങളിലും EP ജയരാജനേക്കാൾ വളരെ ജൂനിയറായി മാത്രം നടന്ന MV ഗോവിന്ദൻ EP ജയരാജനെ മറികടന്നുകൊണ്ട് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയത് മുതൽ പ്രഖ്യാപിച്ച ശീതസമരം അത് ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളതാണ്. CPM-ന്റെ നേതൃത്വത്തിൽ, MV ഗോവിന്ദന്റെ നേതൃത്വത്തിലുള്ള CPM-ന്റെ ഭരണത്തെ അംഗീകരിക്കാൻ ഒരിക്കലും EP തയ്യാറായിരുന്നില്ല. അതിന് നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളൊക്കെ ഘടകമാണ്. കാരണം DYFI രൂപീകരിക്കുമ്പോൾ അതിന് അഖിലേന്ത്യാ പ്രസിഡന്റ് EP ജയരാജനാണ്. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ അന്ന് DYFI-യുടെ സംസ്ഥാന പ്രസിഡന്റാണ്. ആ രീതിയിലൊക്കെ നോക്കുമ്പോൾ സീനിയോറിറ്റി ഒരു മൂപ്പള തർക്കമാണ് ഈ രീതിയിലേക്ക് എത്തിച്ചിട്ടുള്ളത് എന്ന് തന്നെ പറയാം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ CPM-നെ പലതരത്തിലുള്ള പ്രതിസന്ധിയിലേക്കും എത്തിച്ചിരുന്നു. ഈ ഏക സിവിൽ കോഡ് വന്ന സമയത്തൊക്കെ കോഴിക്കോട് സീതാറാം യെച്ചൂരിയെ സംഘടിപ്പിച്ചുകൊണ്ട് സീതാറാം യെച്ചൂരി ഉദ്ഘാടകനായിട്ട് ഒരു സെമിനാറൊക്കെ LDF നടത്തിയിരുന്നു, CPM നടത്തിയിരുന്നു. അന്നും LDF കൺവീനർ ആയിട്ടുള്ള EP ജയരാജൻ ആ പരിപാടിയിൽ പങ്കെടുത്തില്ല. അതിനെപ്പറ്റിയൊക്കെ മാധ്യമപ്രവർത്തകർ MV ഗോവിന്ദനോട് ചോദിച്ച സമയത്ത് എനിക്കും ക്ഷണമൊന്നുമില്ല, എന്നിട്ട് ഞാൻ പങ്കെടുത്തു, അതിൽ പങ്കെടുക്കേണ്ട ഉത്തരവാദിത്തം LDF കൺവീനർക്ക് ഉണ്ട്
എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. എല്ലാ തലങ്ങളിലും ഇ.പി. ജയരാജന് എം.വി. ഗോവിന്ദനിൽ നിന്ന് വിമർശനം നേരിടേണ്ടി വരുന്നു, ജൂനിയറായ ഒരു വ്യക്തിയിൽ നിന്ന് വിമർശനം നേരിടേണ്ടി വരുന്നു. ഇപ്പോൾ പ്രകാശ് ജാവദേക്കറെ കണ്ടതുമായി ബന്ധപ്പെട്ട വിഷയം ചൂണ്ടിക്കാണിച്ചാണ് പാർട്ടിയിൽ നിന്ന് മാറ്റുന്ന LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് എന്ന് പറയുമ്പോഴും പിണറായി വിജയന്റെ വലങ്കൈയായിട്ടുള്ള അല്ലെങ്കിൽ പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ടുള്ള ഒരു വ്യക്തിയെ ചുമതലയിൽ നിന്ന് നീക്കി പാർട്ടിക്കകത്ത് കൂടുതൽ സ്വാധീനമുള്ള വ്യക്തിയാകാൻ വേണ്ടി എം.വി. ഗോവിന്ദൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ 2-3 വർഷമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചില CPM-നകത്തെ ചില ഈ പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്ന അല്ലെങ്കിൽ വലങ്കൈ ആയിരുന്ന എന്ന് തിരുത്തേണ്ടി വരുമോ? പിണറായി വിജയനെ മറികടന്നുകൊണ്ട് എം.വി. ഗോവിന്ദൻ പാർട്ടിയിൽ ഒരു ശക്തി സ്വാധീനമായി മാറുന്നു എന്നുള്ളതാണ്. പിണറായിക്ക് പോലും ഒന്നും ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല എന്ന് നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടിയിരിക്കുന്നു. അതായത് എം.വി. ഗോവിന്ദൻ ചുമതല ഏറ്റെടുത്തതിന് ശേഷം ജനകീയ പ്രതിരോധ ജാഥ നടത്തുന്നു, പിണറായി വിജയൻ ഉദ്ഘാടകനായി വരുന്നു. അന്ന് അവിടെ ഇ.പി. ജയരാജൻ പങ്കെടുക്കുന്നില്ല, കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കുമ്പോൾ പങ്കെടുക്കുന്നില്ല, വിവാദ ദല്ലാളായിട്ടുള്ള നന്ദകുമാറിന്റെ വീട്ടിലെ ക്ഷേത്രത്തിലെ സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കുന്നു. അന്ന് ഇ.പി. ജയരാജനെ സംരക്ഷിച്ചു നിർത്താൻ പിണറായി വിജയന് സാധിച്ചിരുന്നു. അതുപോലെ തന്നെ CPM-ന്റെ വലിയ രാഷ്ട്രീയ പ്രതിരോധമായിരുന്ന കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിരോധം തീർത്തുകൊണ്ട് ഈ ഏക സിവിൽ കോഡ് വിഷയത്തിലൊക്കെ പ്രതിരോധം തീർത്തുകൊണ്ട് സീതാറാം യെച്ചൂരിയെ പങ്കെടുപ്പിച്ചുകൊണ്ട് വന്ന പരിപാടിയിൽ ഇ.പി. ജയരാജൻ പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല തനിക്ക് കത്ത് കിട്ടിയില്ല, തന്റെ പേര് കത്തിലില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ രാഷ്ട്രീയ വിമർശനമൊക്കെ ഉന്നയിച്ചിരുന്നു. അതായത് ഏക സിവിൽ കോഡിനെതിരെ CPM രാഷ്ട്രീയമായി വിമർശനം ഉന്നയിച്ചതിനപ്പുറത്തേക്ക് ഇ.പി. ജയരാജൻ പങ്കെടുക്കാത്തതൊക്കെ വലിയ വിഷയമായ സമയത്തും പിണറായി വിജയന് ഇ.പി. ജയരാജനെ സംരക്ഷിച്ചു നിർത്താൻ സാധിച്ചിരുന്നു. പക്ഷേ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇ.പി. ജയരാജനെ സംരക്ഷിച്ചു നിർത്താനോ കൂടെ നിർത്താനോ സാധിച്ചില്ല എന്ന് മാത്രമല്ല അതിനെതിരെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഒന്നും പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല, പിണറായി പക്ഷത്ത് നിൽക്കുന്ന ആളുകൾ ഒന്നും പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. എം.വി. ഗോവിന്ദൻ കൂടുതൽ ശക്തനായി പാർട്ടിക്കകത്ത് മാറുന്നു, അതോടൊപ്പം തന്നെ പിണറായി കാലത്തിന് അന്ത്യമാകുന്നു എന്നൊരു ചോദ്യം കൂടെ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് കണ്ണൂർ രാഷ്ട്രീയത്തിലൊക്കെ പലതരത്തിലുള്ള ഈ ഇ.പി. ജയരാജൻ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ CPM ഉണ്ടാക്കിയിട്ടുള്ള വെല്ലുവിളിയോ അല്ലെങ്കിൽ CPM-നെ ചോദ്യത്തിന്റെ മുന്നിൽ നിർത്തുന്നത് പോലെയുള്ള വിവാദങ്ങളൊന്നും പാലക്കാടേക്കൊക്കെ പോയ PK ശശിയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇ.പി. ജയരാജൻ ഉണ്ടാക്കിയത് പോലെയൊരു വിവാദം ഈ മറ്റാരും ഉണ്ടാക്കിയിട്ടില്ല. എന്നിട്ടും പിണറായി വിജയൻ ഇ.പി. ജയരാജനെ സംരക്ഷിച്ചു നിർത്താൻ വേണ്ടി സാധിച്ചിരുന്നു. ഇനിയിപ്പോൾ എം.വി. ഗോവിന്ദൻ ഈ രീതിയിലൊക്കെ നടപടിയൊക്കെ എടുത്ത് മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇ.പിയുടെ ഭാവി എന്തായിരിക്കും എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. ഇ.പി. ജയരാജൻ എന്നും തുറന്നു പറഞ്ഞു തന്നെയാണ് ശീലം. നമുക്ക് ഇ.പി. ജയരാജന്റെ പല പ്രവർത്തനങ്ങളിൽ നിന്നും അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനങ്ങളിൽ നിന്നും ഒക്കെ നമുക്കത് മനസ്സിലാവുന്നതാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും വിമർശനം പറയാനുണ്ടെങ്കിൽ അദ്ദേഹം അത് തുറന്നു പറയും. ആ രീതിയിൽ വിമർശനം തുറന്നു പറഞ്ഞ് ശീലമുള്ള ഇ.പി. ജയരാജനെ ഈ നിലയിലുള്ള ഒരു ഇ.പി. ജയരാജൻ നമ്മൾ കണ്ടിട്ടില്ല. കാരണം അദ്ദേഹത്തിനെതിരെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നു എന്ന് മനസ്സിലാവുന്നു. പിറ്റേ ദിവസം നടക്കുന്ന സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കാതെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പകുതിക്ക് വെച്ച് പോകുന്നു. കണ്ണൂരിൽ പ്രത്യേകിച്ച് ഒരു പരിപാടിയുമില്ല. അദ്ദേഹം എത്തിയിട്ട് 1.5 ദിവസം പിന്നിടുമ്പോഴും കണ്ണൂരിൽ ഒരു രാഷ്ട്രീയ പരിപാടിയിൽ ഇ.പി. ജയരാജൻ പങ്കെടുത്തില്ല. അദ്ദേഹം പണക്കത്തിൽ തന്നെയാണ്. ഇനിയിപ്പോൾ തീരുമാനം വരേണ്ടത് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ നമുക്ക് സ്വാഭാവികമായിട്ടും പ്രതികരണം തേടേണ്ടിയിരിക്കുന്നു. പക്ഷേ CPM-ന്റെ സംഘടനാ സംവിധാനം വെച്ച് ഇ.പി. ജയരാജന് കുഴപ്പമില്ല എന്ന രീതിയിലുള്ള മറുപടിയൊക്കെ തന്നെയാണ് നമ്മൾ പ്രതികരിക്കാൻ സാധ്യതയുമില്ല. ഗൂഗിൾ പറഞ്ഞ ശ്രദ്ധേയമാണ്. എന്തായാലും ഈ VS അച്യുതാനന്ദൻ മുതൽ പിണറായി വിജയൻ വരെയുള്ള ആൾക്കാർ പല കാലഘട്ടങ്ങളിൽ സംരക്ഷിച്ചു പോകുന്ന ഇ.പി. ജയരാജൻ, കാരണം പിണറായി വിജയന്റെ ആളാണെന്ന് ഇപ്പോൾ പരക്കെ അറിയപ്പെടുന്നുണ്ടെങ്കിൽ പണ്ട് നമ്മൾ ഓർക്കുന്നുണ്ടോ ഈ യന്ത്രക്കല്ലുകൾക്കെതിരെ മാത്രമല്ല കമ്പ്യൂട്ടറിനെതിരെ പോലും സമരം നടത്തിയ ഒരു പാരമ്പര്യം യന്ത്രക്കല്ലുകൾക്കെതിരെയുള്ള സമരവും ഇ.പിയുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. കാരണം ആ സമയത്ത് ഈ പാർട്ടി ഇതിനെതിരെ സമരം നടത്തുമ്പോഴും ഇത് വെച്ച് ഈ കെട്ടിടം നിർമ്മിച്ച ഇ.പി അന്ന് വലിയൊരു വിവാദത്തിലായിരുന്നു. പക്ഷെ അന്ന് VS അച്യുതാനന്ദനാണ് സംരക്ഷിക്കാൻ വന്നത്. പിന്നീട് 2 പ്രബല ഗ്രൂപ്പുകൾ, ഇപ്പോൾ VS അച്യുതാനന്ദൻ സജീവ രാഷ്ട്രീയത്തിലില്ലെങ്കിലും ഗ്രൂപ്പ് സജീവമാണ്. എന്തായാലും അന്ന് പിന്നീട് ഈ ഗ്രൂപ്പുകൾ വേർപെട്ടപ്പോഴാണ് പിണറായി പക്ഷത്തിലേക്ക് ഇ.പി. ജയരാജൻ ഏറ്റവും കരുത്തുറ്റ നേതാവായി വരുന്നതും. ബാക്കിയെല്ലാം അടുത്ത പാർട്ടി സമ്മേളനം കഴിയുമ്പോൾ എന്താകും? CPM-ൽ വേറെയും ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ മറ്റ് അച്ചുതണ്ടുകളോ ഒക്കെ വരുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. ഏതായാലും CPM-നെ സംബന്ധിച്ച് ഈ ബ്രാഞ്ച് സമ്മേളനം തുടങ്ങി അങ്ങോട്ട് ഫെബ്രുവരിയിൽ പാർട്ടി സമ്മേളനം നടക്കുന്നത് വരെ നിർണായകമാണ്.